considering the alternative basis for segmentation. Markets may be segmented in many ways, but following categories are most important. Business to business, business to customer segmentation. Main ആയിട്ട് രണ്ട് കാറ്റഗറിയാണ് ബിസിനസ് ടു ബിസിനസ്സും ബിസിനസ് ടു കസ്റ്റമർ സെഗ്മെൻറ്റേഷനും. ഫസ്റ്റ് വണ്ണാണ് ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ ഇൻഡസ്ട്രി ടൈപ്പ് സെഗ്മെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദ ബേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ മാർക്കറ്റ്സ് ആണ്, അതായത് ഒരു മാർക്കറ്റ്സ് ആൻഡ് ഡിഫൈൻഡ് അറൗണ്ട് ബിസിനസ്. ആ ബിസിനസ്സിനെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ മാർക്കറ്റുമായിട്ട് സെഗ്മെൻറ്റേഷൻ. അത് ആ വെർട്ടിക്കൽ മാർക്കറ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് മറ്റൊരു ബൈ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സെഗ്മെൻറ്റേഷൻ ബൈ സർവീസ് ആണ്. അത് ബിസിനസ് ടു ബിസിനസ്സിൽ മെയിനായിട്ട് വെർട്ടിക്കൽ മാർക്കറ്റ്, ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാവും മറ്റൊരു പ്രൊഡക്റ്റ് അതിനനുസരിച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് സെഗ്മെൻറ്റേഷൻ ബൈ സർവീസ് ആണ്. ഇവിടെ ഡിഫറെൻറ്റ് സർവീസസ് ആണ്. ഓപ്ഷൻസ് കൺസിഡറബിൾ സ്കോപ്പ് ഓഫ് ഡിസൈൻ സർവീസ് പാക്കേജസ് അപ്രോപ്രിയേറ്റ് ഡിഫറെൻറ്റ് മാർക്കറ്റ് സർവേ. ഈ സർവീസ് പാക്കേജുകൾ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റിന് അവരുടേതായിട്ടുള്ള പാക്കേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സർവീസ് ഓഫർ ചെയ്യുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ഉണ്ടായിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ളതുണ്ടായിരിക്കും, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അതാണ് സെഗ്മെൻറ്റേഷൻ ബൈ സർവീസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അവിടെ ഓരോ പാക്കേജസും ഓഫറിംഗ് ഒക്കെ കൊടുക്കുന്നത് ഓരോരുത്തർക്കും സർവീസ് കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സെഗ്മെൻറ്റേഷൻ ബൈ വാല്യൂ സോൾട്ട്. ആ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് മേ റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു സെല്ലേഴ്സ് വാല്യൂ ഓഫറിംഗ്. ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നോയിങ് വാട്ട് കസ്റ്റമേഴ്സ് വാല്യൂ ആൻഡ് വെയിറ്റ് പുട്ട് ഓൺ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് വാല്യൂ പ്രപ്പോർഷൻ. അതായത് എങ്ങനെയാണ് കസ്റ്റമർ വാല്യൂ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, സെഗ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാല്യൂ സോർട്ട് എന്ന് പറയുന്നത്.